ഹായ് ഹലോ, എൻ്റെ ഒരു ബിസി ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാങ്കിലും പഞ്ചായത്ത് ഓഫീസിലും ഒക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തൊന്ന് വെച്ചതിന് ശേഷം പിന്നെ ഇത് തലയിൽ കുറച്ച് എണ്ണ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി തലയിൽ എണ്ണ തേച്ചിട്ട്, അപ്പോൾ ഇന്ന് എണ്ണ തേച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഞാൻ എണ്ണ തേച്ചിട്ടു. ഞാൻ ഇത് കാച്ചുന്ന എണ്ണയാണ് കേട്ടോ, ഞാൻ സ്വന്തമായിട്ട് കാച്ചുന്ന എണ്ണയാണ്. എന്തൊക്കെ കിട്ടുമോ അതൊക്കെ വെച്ചിട്ട് ഞാൻ എണ്ണ കാച്ചും. അതാണ് ഞാൻ പതിവായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അത് ഇന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എണ്ണ കാച്ചുന്ന സമയത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം വെച്ചിട്ട് ഞാൻ എണ്ണ കാച്ചും. ഞാൻ പഴയ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് ഞാൻ എണ്ണ കാച്ചുന്നത് എന്തൊക്കെയാണ് വെച്ചിട്ടെന്ന്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തേച്ചു, തലയോട്ടിലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസമായി ഞാൻ എണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തല കുളിർക്കെ തന്നെ എണ്ണ തേച്ചു. തലമുടിയിലും മൊത്തത്തിലൊന്ന് ഫുള്ളായിട്ടും എണ്ണയൊക്കെ തേച്ചു. കുറച്ച് നേരം ഞാൻ അവിടെ ഇരിക്കുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം പോയി ഒന്ന് ഫേസ് പാക്ക് ഇടാനായിട്ട് ഞാൻ പോയി. അപ്പോൾ ഡ്രസ്സ് മാറിയതിന് ശേഷം ഞാൻ ഫേസ് പാക്ക് ഇട്ടത് കേട്ടോ, അല്ലെങ്കിൽ ആ വൈറ്റ് ഡ്രസ്സിലും ഫുള്ളും മഞ്ഞളാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊക്കെ മാറ്റി പഴയ ഒരു ഡ്രസ്സ് എടുത്തിട്ടു, ഫേസ് പാക്കൊക്കെ ഇട്ടു. പിന്നെ രാവിലെ പോയപ്പോഴത്തേക്കും അലക്കിയല്ല കഴുകി വെക്കാൻ കുറച്ച് പാത്രം വെച്ചിട്ടാണ് പോയി, ടൈം ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ ബോഡി ഗാർഡ് കത്തിച്ച് വെച്ചു. അതിനുശേഷം ചായ ഇടാനായിട്ട് നിന്നു. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനൊന്ന് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ പാകത്തിനായിരിക്കും ചായയുടെ ചൂട്. എനിക്ക് ഭയങ്കര ചൂടോടെ ചായ കുടിക്കാൻ പറ്റത്തില്ല, നാക്ക് പെട്ടെന്ന് പൊള്ളും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചെറു ചൂടോടെ ആയിരിക്കും ചായ കുടിക്കുന്നത്. പിന്നെ ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി അത്യാവശ്യം ചൂടോടെ തന്നെ കുടിക്കും. കാരണം ആ ചൂട് അപ്പോഴും നമുക്ക് നല്ലതാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കുടിക്കും. അല്ലാതെയാണെങ്കിൽ ഞാൻ ചെറു ചൂടോടെ മാത്രമേ ചായ ആയിരുന്നാലും കട്ടനായിരുന്നാലും കുടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മാഗി കൂടെ ഉണ്ടാക്കി, വേറെ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. അവന് കൊടുത്തു, എബിക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നതിന് ശേഷം പിന്നീട് ഞാനും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. കുറച്ച് ഡയറ്റ് ഞാൻ മുമ്പത്തെ കുറേ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞാൻ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. അതനുസരിച്ച് ഞാനിപ്പോൾ വെള്ളമാണ് കുടിക്കുന്നത്. എങ്കിൽ പോലും ഫുഡ് കാണുമ്പോൾ ഒരു ചെറിയൊരു ഇത് തോന്നും. ആ ഇഷ്ടത്തിന് അത് ഞാനിപ്പോൾ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ചെടുത്ത് കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും എബിയും ചേട്ടനുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ സമയം നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കാനിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന സമയം എന്നൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് ചായ കുടിച്ച് നേരത്തെ പ്രാർത്ഥിക്കുക, ചില സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും, അത് ഒതുക്കിയിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വസ്ഥമായിട്ടിരിക്കണം. വേറെ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാനോ വിളിക്കാനോ ഒക്കെ ആണെങ്കിൽ എനിക്ക് അതൊന്നും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും ചില സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത്. ചില സമയത്ത് ഒരു 7 മണിക്കകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. എന്നും ഒരേ ടൈമിലായിരിക്കില്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇതാ അരി എടുത്ത് തിളപ്പിച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ, പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട്. കാരണം രാവിലെ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോറൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2-3 ദിവസമായിട്ട് തുണി അലക്കിയത് മടക്കി വെക്കാനുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് കുറച്ചൊരു ബാഗാണ് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. എൻ്റെ മിക്ക ഡ്രസ്സുകളും ഞാൻ അതിനകത്താണ് വെക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചതുപോലെ ആ ഒരു ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കാൻ നോക്കി കേട്ടോ. നല്ല പാത്രങ്ങളായിരുന്നു, നോൺ സ്റ്റിക്ക് പാൻ ആയിരുന്നു കേട്ടോ. എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന പോലത്തെ തന്നെ പാനും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ഉപയോഗപ്രദമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാൻ വെച്ചിട്ട് കുക്കിങ്ങും ചെയ്യാമല്ലോ. അതിന് കണക്കാക്കിയിട്ട് തന്നെ ഞാൻ ഇപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ, ഒരു കുക്കിംഗ് ചാനലിലൂടെ തുടങ്ങിയാലോ ചെറിയൊരു ആഗ്രഹമുണ്ട്. ആ സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ബോച്ചയുടെയാണ് കേട്ടോ. ഇതിനകത്തൊരു മറ്റൊരു തേയിലപ്പൊടി കൂടെ ഉണ്ട്. പക്ഷേ എനിക്കത് വലിയതായിട്ട് തോന്നിയില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, എനിക്കതിൻ്റെ വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. നമ്മൾ സാധാരണ തേയിലപ്പൊടിയുടെ ഒരു ഇതും അതിനകത്തില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എത്രമാത്രം ഉപയോഗമുള്ളതാണെന്ന്. അപ്പോൾ പാൻ എനിക്കിപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. എന്നാലും ഒരെണ്ണം കൂടെ കിട്ടി.
ഒരു നല്ലൊരു പാത്രം, പിന്നെ ഫ്രൈങ് പാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു സോസ് പാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കടായി കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ നമുക്ക് കറികളൊക്കെ വെക്കുന്ന ഒരു പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനെല്ലാത്തിനും കൂടെ കിട്ടിയതായിരുന്നു ഒരടപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനും കൂടെ നമ്മൾ സാധാരണ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ഓരോന്നും കിട്ടുമല്ലോ, അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാത്തിനും കൂടെ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു കൂപ്പൺ അക്കൗണ്ട് നമുക്കത് സ്ക്രാച്ച് ചെയ്തൊക്കെ നോക്കാവുന്ന ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ടീ പോലത്തെ 2 സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് തന്നെ ഏലക്കയുടെയൊക്കെ ഒരു പൊടി കിടപ്പുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ടേസ്റ്റും സത്യത്തിലുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പായയാണ് കേട്ടോ. പപ്പായ ഞാനിപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ രാത്രി ഞാനെനിക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ മാത്രമായിരിക്കും കഴിക്കുന്നത്. ചോറ് ഞാൻ നന്നായിട്ട് ഒഴിവാക്കി. എവിടെയും കല്യാണത്തിന് എന്തെങ്കിലും പോകുമ്പോൾ മാത്രം ഞാൻ കഴിക്കും രാത്രി. അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ മാത്രമായിരിക്കും ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നത് കേട്ടോ. ചോറ് ഉച്ചയ്ക്ക് മാത്രം ഒരു കുഞ്ഞ് സ്പൂണ് ചോറ് കഴിക്കും. അത് മതി. അതാകുമ്പോൾ തന്നെ വയറൊക്കെ നിറയും കേട്ടോ. എനിക്ക് വലിയ വയറ് നിറച്ചിങ്ങനെ കഴിക്കണമെന്നൊന്നുമില്ല. എനിക്കിപ്പോൾ ചെറുതായിട്ട് വിശക്കുകയാണെങ്കിൽ മാത്രം അപ്പോഴത്തെ ആ ഒരു വിശപ്പടക്കാൻ വേണ്ടി മാത്രം ഒന്ന് കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു. പിന്നീട് വീടിനകമൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ 2 പേരും ചേട്ടനും എബിയും കിടക്കാൻ പോയി. ആ സമയത്ത് കസാരകളും എല്ലാമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഞാനൊന്ന് ക്ലീനിങ്ങിനായിട്ട് നിന്നത്. ചില സമയത്ത് ഞാൻ ഇതുപോലെ രാത്രിയൊക്കെ ആയിരിക്കും കേട്ടോ ക്ലീനിങ്ങിനൊക്കെ എഴുതി നിൽക്കുന്നത്. ചില സമയത്ത് പകൽ എനിക്ക് സമയം കിട്ടും പോലെ ചെയ്യും. ഞാൻ എല്ലാം ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് എങ്ങനെയാണോ സമയം കിട്ടുന്നത് ഞാൻ അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 10:30 മണി കഴിഞ്ഞു. ആ ഒരു ടൈമിലാണ് ഞാനിതൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ ഇതാ അടുക്കളയെല്ലാം ഒതുക്കി. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസത്തെ ഒരു കുഞ്ഞ് വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടതായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് ബാങ്കിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. രാവിലെ പെട്ടെന്ന് ജോലി ആക്കിയത് കൊണ്ടാണ് അന്നത്തെ രാവിലത്തെ കുക്കിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇടാത്തത്. അപ്പോൾ രാവിലെ മുട്ടയും ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് ME ഗ്രൂപ്പിൻ്റെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഞാനും സ്നേഹയും കൂടെ ആയിട്ടാണ് കേട്ടോ അവിടെ പോയത്, നെയ്യാറ്റിൻകര. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. നെയ്യാർ റെസിഡൻസിയിലാണ് പോകുന്നത്. ഒരു വലിയൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ഇത് 4ാമത്തെ നിലയായിരുന്നു പോയത്. അപ്പോൾ ഞാനും അവളും കൂടെ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ബീനയും മാളും വന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അവർ നെയ്യാറ്റിൻകര വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ബീനയും മാളും കൂടെ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി, ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും സ്നേഹയും കൂടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു. ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 2:30 മണി വരെ ഇരുന്നു. കാരണം സ്നേഹയ്ക്ക് ആദൂനെ സ്കൂളിൽ നിന്ന് വിളിക്കാനൊക്കെ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പ് വരെ, അതായത് ബസ് സ്റ്റാൻഡ് വരെ ഞങ്ങൾ നടന്നു വന്നു കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടി ഞങ്ങളിങ്ങ് പോന്നു. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന സമയത്ത് ബീനയുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന സമയത്ത് തന്നെ ഞങ്ങൾ എടുത്തൊരു കുഞ്ഞ് റീൽസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതൊരെണ്ണം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.